തളിപ്പറമ്പ് നഗരസഭ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ നഗരസഭാതല ഖരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള പോസ്റ്റ് കൺസൾട്ടേഷൻ യോഗം നഗരസഭാ ഹാളിൽ ചേർന്നു. ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ നഗരസഭകളിലും നഗരസഭാതല ഖരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അടുത്ത 6 വർഷ കാലയളവിൽ പൂർത്തിയാകുന്ന പദ്ധതിയുടെ നഗരസഭാതല ഖരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിനുവേണ്ടിയാണ് യോഗം ചേർന്നത്. ആദ്യഘട്ട കൺസൾട്ടേഷൻ യോഗം 2023 ആഗസ്റ്റ് മാസത്തിൽ നടന്നിരുന്നു. നഗരസഭാ പൊതുമരാമത്ത് ചെയർമാൻ പി മുഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ വത്സരാജൻ, രമേശൻ, സജീറ, ലത്തീഫ്, ഷാഹിദ, നഗരസഭാ സെക്രട്ടറി ഷുബൈർ കെ.പി, ക്ലീൻ സിറ്റി മാനേജർ എ.പി. രഞ്ജിത് കുമാർ, ജനറൽ സൂപ്രണ്ട് സുരേഷ് കസ്തൂരി, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഉൾപ്പെടെ പരിധിയിൽപ്പെടുന്ന വിവിധ മേഖലയിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ, പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജ്വല്ലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജ്വല്ലറി, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.